നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ഓണാശംസകൾ. ഇന്ന് നമ്മുടെ ഓണത്തിന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് പ്രസിദ്ധ സാഹിത്യകാരൻ, എഴുത്തുകാരൻ, സിനിമാ നടൻ എന്ന നിലകളിൽ ശോഭിച്ച അല്ലെങ്കിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ നന്ദേട്ടനാണ്. നന്ദകിഷോർ എന്ന് പറയുന്നത്. ഞാൻ നന്ദേട്ടൻ എന്ന് അഭിസംബോധന ചെയ്തോട്ടെ? ഒരു കുഴപ്പമില്ലല്ലോ. എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ. എല്ലാവർക്കും എന്റെ ഹൃദയവും വയറും നിറഞ്ഞ ഓണാശംസകൾ. സന്തോഷം. ഇവിടെ എത്തിയത് ഞങ്ങളോട് താങ്കളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. താങ്കൾ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതോടൊപ്പം ഈ വികട കാവ്യം അല്ലെങ്കിൽ വികട സാഹിത്യത്തിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ നാടകം, പ്രിയേട്ടന്റെ നാട്ടിലൊക്കെ ഉള്ള വല്ലച്ചിറയില് നാടക പ്രവർത്തകനായിരുന്നു. അതിനുശേഷം അഭിനയ രംഗത്തേക്ക് വരികയും സിനിമയിൽ ഏകദേശം 60ഓളം സിനിമകളിൽ അഭിനയിച്ച ഇങ്ങനെയൊരു ഈ താങ്കളുടെ ഒരു ജീവിതം ചരിത്രം ആണ് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ആദ്യമായിട്ട് ഞങ്ങൾക്കൊന്ന് കാണേണ്ടത്. എന്റെ ജീവചരിത്രം ഞാൻ പറയുമ്പോൾ ആത്മകഥയാവും. എന്തായാലും ഞാൻ വല്ലച്ചിറ സ്വദേശിയാണ്, തൃശ്ശൂര്. 1984 മുതൽ നാടകങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. വല്ലച്ചിറ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ 10-65 വർഷമായിട്ട് ഓണാഘോഷം മുടങ്ങാതെ നടത്തി വരുന്ന പഞ്ചായത്ത് തലത്തിൽ ഒരു സ്ഥലമാണ്. അപ്പോൾ അടുത്ത ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ഇന്ന് വളരെ പ്രസിദ്ധരായ എൻ്റെ സുഹൃത്തുക്കൾ പ്രിയനന്ദനൻ സംവിധായകൻ, ശശിധരൻ നടുവിൽ, അതുപോലെ ഇവരൊക്കെ ആയിട്ട് ശശിധരൻ നടുവിൽ എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. പ്രിയനന്ദനൻ അയൽവക്കക്കാരനാണ്. അപ്പോൾ ഇവരോടൊക്കെ ഒരുമിച്ച് ഓണാഘോഷത്തിൽ പ്രവർത്തിക്കും. വല്ലച്ചിറയിലെ കളിയരങ്ങ് കലാനാടക പഠന സംഘം എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ചിറമേൽ. അപ്പോൾ അവിടെ ഞാൻ ചേർന്ന് അതിന് മുമ്പ് ഞാൻ 1984 MCOM കഴിഞ്ഞിട്ട് കുറച്ചു കാലം സ്കൂൾ ഓഫ് ഡ്രാമ പഠിച്ചു. വി ശങ്കരപ്പിള്ള സാറ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഈ കളിയരങ്ങിലെ പ്രവർത്തനം തുടങ്ങി. ശശിധരൻ നടുവിലാണ് എന്നെ ജോസ് ചിറമേലിൽ പരിചയപ്പെട്ടു, ജോസേട്ടന്. അങ്ങനെ ജോസേട്ടൻ്റെ കൂടെ റൂട്ടിൽ നിന്നു. എന്നിട്ട് അവിടെ റൂട്ട് എന്ന് പറയുന്ന തൃശ്ശൂർ റൂട്ട് നാടക സംഘം കേന്ദ്ര സംഗീത നാടക അക്കാദമിക്ക് വേണ്ടി അവതരിപ്പിച്ച മുദ്രാരാക്ഷം എന്ന നാടകത്തിൽ ഞാൻ സൂത്രധാരനായിട്ട് വേഷമിട്ടു. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് ചാക്യാർ കൂത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ കുട്ടിക്കാലം മുതൽ എനിക്ക് വികടത്വം ഫലിതം ഇഷ്ടമാണ്. അതെ, ആ വികട ഫലിതമാണ് പ്രേക്ഷകർക്ക് കാണുന്നത്. ഞാനും അത് എങ്ങനെയാണ് ഇങ്ങനെ, കാരണം പല സാഹിത്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഈ വികട സാഹിത്യം അല്ലെങ്കിൽ വികട ഭാഷകള് അങ്ങനെ ഒരു പ്രയോഗം എങ്ങനെയാ? വികട ഭാഷകൾ പല കാലത്തുണ്ടല്ലോ. അതിഗംഭീരന്മാരെ വികടന്മാര് ഐതിഹ്യമാലയിൽ പരാമർശിച്ചിട്ടുള്ളത് മുത്തസ്സംപുരി, നടുവിലെപ്പാട്ട് ഭട്ടതിരി, അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള വേറെ വികടന്മാരെ തെന്നാലി രാമൻ, അങ്ങനെ അനവധി. ആധുനിക കാലത്തേക്ക് താരതമ്യേന വരികയാണെങ്കിൽ നമ്മുടെ മുല്ല നാസറുദ്ദീൻ, ഇവരൊക്കെ ഒരുപാട് ഫലിതം അല്ലെങ്കിൽ വികടത്വം പ്രാക്ടിക്കൽ ജോക്കുകൾ വരെ ഒപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ നമ്പൂരി ഫലിതങ്ങൾ എന്ന് പറയുന്ന നമ്പൂരിമാര് പല ഘട്ടത്തിൽ പറഞ്ഞില്ല. അതിന് പഴയ പരിഹസിച്ച് പറയുന്ന ഭാഷ നമ്പൂരി വിഡിത്തം. പക്ഷെ അങ്ങനെയല്ല. അതിൽ വളരെ ഇന്റലക്ച്വൽ ആൻഡ് ലിറ്റററി, മറ്റേ ബുദ്ധിപരവും മാത്രമല്ല കുറച്ച് ആശയപരമായിട്ടും സാഹിത്യപരമായിട്ടൊക്കെ ഒരു അംശം അതിലുണ്ട്. സമൂഹത്തിന് ചില സന്ദേശങ്ങളൊക്കെ നൽകുന്ന സാധനങ്ങളുണ്ട്. അതുപോലെ ജീവിതത്തിന്റെ ഒരു തരം നിസ്സാരതയെ കുറിച്ച് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന, ഇന്നലെ നാളെ മരിച്ചു പോകുന്ന പോലെ. അപ്പൊ ആ മനുഷ്യൻ കാണിക്കുന്ന ആക്രാന്തങ്ങളെ പരിഹസിക്കുക, അങ്ങനെ കുറെ. അപ്പൊ അത് ഉണ്ട് അതില്. അപ്പൊ എനിക്ക് 1992 ജൂൺ 1 കോഴിക്കോട്, 91 മാർച്ചില് കാലിക്കറ്റ് സർവകലാശാലയിൽ ജോലി കിട്ടി. ജൂൺ 1 92 ജൂൺ 1 ഞാൻ നമ്പൂരി ഫലിതങ്ങൾ എന്ന് പറഞ്ഞ ഈ കുഞ്ഞുണ്ണി മാഷ് ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. ആ പുസ്തകത്തില് കുഞ്ഞുണ്ണി മാഷിന്റെ പ്രസിദ്ധമായ വരിയുണ്ടല്ലോ, എന്തെന്ന് പൊട്ടട്ടെ വെടി പൊട്ടട്ടെ, ചെവി പൊട്ടും പടി പൊട്ടട്ടെ, പറയട്ടെ വെടി പറയട്ടെ, ചിരി പൊട്ടും പടി പറയട്ടെ. അപ്പൊ പൊട്ടട്ടെ വെടി പൊട്ടട്ടെ, ചെവി പൊട്ടും പടി പൊട്ടട്ടെ, പറയട്ടെ വെടി പറയട്ടെ, ചിരി പൊട്ടും പടി പറയട്ടെ. അപ്പൊ ശരിക്ക് വാസ്തവത്തിൽ ഫലിതം വിറ്റ് വികടം പറയാനുള്ളതാണ്. ഫലിതം പറയാന്ന് പറയും. വെടിവട്ടം എന്ന് പറഞ്ഞ എഴുതലല്ല. പിന്നെ അത് സാഹിത്യ രൂപത്തിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ ഈ പറച്ചിലിന്റെ ഒരു കലയായിട്ടാണ് ഞാനിത് വളർത്തിയെടുക്കാൻ ശ്രമിച്ചത്. അതിന്റെ എന്താ പറയാ, പെർഫോമൻസിന്റെ പ്രൊഫഷണലിസത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം കേരളത്തിലെ ചാക്യന്മാരാണ്. അപ്പൊ അവര് വളരെ ഗംഭീരമായിട്ട് ഈ മുദ്രാരാക്ഷസം ചെയ്യുന്ന സമയത്ത് ചാക്യാർകൂത്ത് പഠിച്ചപ്പോൾ കുറച്ചും കൂടെ സഹായം അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു രംഗത്ത് പെരുമാറേണ്ട രീതി, പിന്നെ ഞാൻ അനവധി ചാക്യാന്മാരുടെ കൂത്ത് പോയി കാണുകയും ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ള എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ അതിൻ്റെ ചില അംശങ്ങൾ കരസ്ഥാക്കിയിട്ട് പിന്നെ എൻ്റെ സ്വന്തം മനോധർമ്മം ചേർത്താണ് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഈ വികടം എന്ന് പറയുമ്പോൾ അത് ഒരു നിയമം അനുസരിക്കണമെന്നൊന്നുമില്ല, ഒരു സമ്പ്രദായങ്ങളെ തെറ്റിക്കലാണല്ലോ വികടം. അപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഓണം എന്താ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഓണം ശരിക്കും കോക്രോച്ച് ഓണം ആണ്. ഇതിപ്പോ കോക്രോച്ചുകളാണ് സമരം ചെയ്ത് വിജയിച്ചത്. അപ്പൊ ഇത് കോക്രോച്ചുകളുടെ കാലമാണ്. അപ്പൊ ഇതുകൊണ്ട് ഇത് കോക്രോച്ച് ഓണമാണ്.
ഇതെങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ തോന്നുന്നു എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ സ്വതേ കുട്ടിക്കാലം മുതൽക്ക് എനിക്ക് ഫലിതങ്ങൾ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അങ്ങനെ ഈ നാടകത്തിൽ നിന്ന് ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്, ഏത് കാലഘട്ടത്തിൽ? അത് നാടകത്തിന് സിനിമയിലേക്ക് എത്തിപ്പെട്ടു ലോഹിദാസിന്റെ ആ ഒരു പടത്തിലാണ്. അല്ല, ലോഹിദാസിന്റെ പടം ശരിക്കും മൂന്നാമത്തെ പടം. എല്ലാരും ആദ്യം ശ്രദ്ധിക്കപ്പെട്ടുള്ളത് നല്ല വേഷം കിട്ടിയിട്ടുള്ളതല്ല. ആദ്യത്തെ പടം നമ്മുടെ KB മധു കൂരിക്കുഴി ചന്ദ്രപ്പന്റെ അടുത്ത് സംവിധായകൻ, അദ്ദേഹം സംവിധാനം ചെയ്ത വിനയപൂർവ്വം വിദ്യാധരൻ, അതിൽ അമ്പളിച്ചേട്ടൻ ജഗദീഷ് കുമാരൻ നായകൻ, അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് എന്നോട് പറഞ്ഞു യു വിൽ കം അപ്പ്, താൻ നന്നാവും പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഓസ്കാർ കിട്ടിയില്ലെങ്കിൽ വിരോധില്ല, കാരണം ജഗദീപിലെ ഒരു വലിയ നടൻ, ഞാൻ നന്നാവും എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എല്ലാ കാലത്തും ആ വാക്കുകളൊരു ഊർജ്ജമാണ്. രണ്ടാമത്തെ പടം ശാന്തായിരുന്നു, ജയരാജ് സംവിധാനം. മൂന്നാമത്തെ പടമാണ് വാസ്തവത്തിൽ ഈ കസ്തൂരിമാൻ. അപ്പൊ കസ്തൂരിമാന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമയിൽ കടപ്പാട് ലോഹിദാസിനോടാണ്. നമ്മളിപ്പോ കാരണം അദ്ദേഹമാണ് എന്നെ ഒരൊറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ഈ വേഷത്തിൽ കാസ്റ്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹം എന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ്, എന്നോട് കാണിച്ച ഒരു കാരുണ്യം, അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പേര് കാരുണ്യം എന്നാണ്. അപ്പൊ ആ കാരുണ്യം ആ മനുഷ്യനിലുണ്ടെന്ന് ഞാൻ തൊട്ടറിഞ്ഞ സന്ദർഭമാണ് എനിക്ക് ആ വേഷം. അതുപോലെ എന്നോട് ഇഷ്ടം പോലെ ഇംപ്രവൈസ് ചെയ്ത് തന്റെ ഇഷ്ടം പോലെ താൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഫ്രീഡം തരാം ആൾ എനിക്ക് തന്നിരുന്നു. അപ്പൊ ഇതൊക്കെ കൂടി നോക്കുമ്പോ അദ്ദേഹത്തോട് എനിക്കുള്ള കടപ്പാട് വീട്ടാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഗുരുക്കന്മാരുടെ കടപ്പാട് എങ്ങനെയാ വീട്ടുക, അവരെ സ്മരിക്കുക, അതല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് സിനിമയെ സംബന്ധിച്ച് ഞാൻ വരുന്നത്. ഇത് ഇപ്പൊ താങ്കളുടെ ഇപ്പൊ പഠനം, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം, അതോടൊപ്പം ജോലി, ഇതോട് കൂടെ തന്നെയാണ് ഈ ഒരു സാഹിത്യ രംഗത്ത് നമ്മളെ എന്റെ ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ P. കൃഷ്ണകുമാർ, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തിന്റെ ഒരു മാറ്റത്തിന്, നന്മപരമായും ബോധപരമായുള്ള മാറ്റത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഉപയോഗിക്കണം. അപ്പോഴാണ് ആ ഒരു കലാരൂപം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിന് വ്യക്തമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ എഴുതാൻ പറഞ്ഞു കുറേശ്ശെ. അങ്ങനെ എഴുതി വന്നിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിശ്രുതി എന്നൊരു മാസിക പ്രസിദ്ധീകരിച്ചു. അതിൽ ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതാൻ തുടങ്ങി, നർമ്മം. പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രദീപിക സായാഹ്ന ദിനപത്രം, അതിൽ ഞാൻ ചില നേരംപോക്ക് എന്നൊരു നേരംപോക്കി എന്നൊരു സാധനം എഴുതി. ഇതും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പുസ്തകമാക്കി വികടവാണി എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിനാണ് സാഹിത്യ പുസ്തകത്തിന് 2006 ഏറ്റവും നല്ല ഹാസ്യ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അതാണ് ചുരുക്കത്തിൽ ഒരു ഉപായത്തിൽ നമ്മുടെ ഒരു കരിക്കുലം വിറ്റ്. ഇപ്പൊ കരിക്കുലം വിറ്റു എന്നാണ്, കരിക്കുലം വിറ്റു അത്രേ. അപ്പൊ കരിക്കുലം വിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് എന്തായാലും വളരെയധികം സന്തോഷം. ഇനി നമ്മളിപ്പോ ഓണക്കാലം, ഈ പ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ട്? ഇപ്പൊ കോക്രോച്ച് ഓണം എന്നൊക്കെ പറഞ്ഞു, പുതിയ ഓണം പഴയ ഓണം തമ്മിൽ. ഇപ്പൊ നമ്മളൊക്കെ പഴയ തലത്തില് ജീവിച്ചിട്ടുള്ള ആൾക്കാരാകുമ്പോ പഴയ ഓണവും ഈ പുതിയ ഓണത്തെ എങ്ങനെ കാണുന്നു? പഴയ ഓണം വരുമ്പോ സന്തോഷത്തോടെ മനുഷ്യൻ എന്താ ചെയ്യുക, ആർപ്പ് വിളിക്കുന്നു, പുതിയ ഓണം അത് കുറ്റായിട്ട് പറയല്ല, അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്, അതിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആറാപ്പ് വിളിയേക്കാൾ ഉപരി വാട്സാപ്പേ എന്നാണ്. അപ്പൊ വാട്സാപ്പേ പോസ്റ്റ് ഇടറോ. അപ്പൊ ആറാപ്പോണം എന്തായി മാറി, വാട്സാപ്പോണായി മാറി എന്നുള്ള എന്റെ നോട്ടത്തിന്റെ വികടനോട്ടത്തിൽ കാണുന്ന ഒരു പ്രത്യക്ഷമായ മാറ്റം. അത് മോശമല്ല, അത് ശാസ്ത്രത്തിന്റെ പുതിയ മാധ്യമ വികാസത്തിന്റെ ഒക്കെ ഭാഗമായി സ്വാഭാവികമായി സംഭവിച്ചു പോകുന്ന കാര്യം. പിന്നെ സമൂഹം മാറി, കോക്രോച്ച് ജനറേഷൻ എന്ന് പറയുന്ന ജെൻസി, അതിന്റെ അവരുടെ ഔട്ട്ലുക്ക് മാറി, സ്വാഭാവികമായിട്ട് മാറും. അതൊരു കുറ്റായിട്ടോ തെറ്റായിട്ടോ പറയില്ല. അപ്പൊ ഈ മാറ്റം നമ്മൾ പഴയ ഓണം അനുഭവിച്ചിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ ഈ മാറ്റം കാണുമ്പോൾ നമ്മളിൽ ഉളവാകുന്ന ചില ചിന്തകളാണ്. അത്രയും സിനിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ലോഹിദാസിന്റെ പടത്തില് അഭിനയിച്ചു, കസ്തൂരിമാല മൂന്നാമത്തെ പടമാണ്. അതിനുശേഷമുള്ള സിനിമ, അതിനുശേഷം കുറെ എനിക്ക് ഒരു നോട്ടബിൾ എന്ന് പറയാവുന്നത് അതിനുശേഷം കിട്ടിയിട്ടുള്ളത് പിന്നെ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി അക്കു അക്ബർ സംവിധാനം ചെയ്ത് ദിലീപ് നായകനായിരുന്നു. അതിൽ ഞാൻ അത്തറുകോയ എന്ന് പറഞ്ഞിട്ട് ഒരു വേഷം ചെയ്തു. അത്തറുകോയ മറ്റേ കാവ്യമാധവന്റെയും മനോജ് കെജിന്റെ ഒക്കെ ഉപ്പയായിട്ടൊരു വേഷം, അത് ശ്രദ്ധിക്കപ്പെട്ട വേഷമാണ്. പിന്നെ ജോഷി സാറിന്റെ പടം കുറിഞ്ചു മറിയൻ ജോസ്, അതിൽ ഞാൻ ഫാദർ ഇരുമ്പൻ എന്നൊരു വേഷം ചെയ്തു, ജോജു നായകനായിട്ട്. പിന്നെ ഒരു പടം ശ്രദ്ധിക്കപ്പെട്ടതെന്ന് പറഞ്ഞത് 2018 പ്രളയത്തെ ബേസ് ചെയ്ത് ജൂഡാനിയുടെ ഒരു പടമാണ്, അതിൽ ഞാൻ നല്ല വേഷം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ദിലീപിന്റെ തന്നെ എന്താ പറയുക, ഈ തൃശ്ശൂർ പൂരം, അങ്ങനത്തെ കുറെ പടങ്ങളുണ്ട്. അതിലൊക്കെ ഞാൻ ചെറിയ വേഷങ്ങൾ, ഒരുവിധം തിരക്കില്ലാത്ത വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 60 പടം ഏതാണ്ടായിട്ടുണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ 2-3 പടം ഇറങ്ങണ്ട. മാനുഷിക എന്ന് പറഞ്ഞ നിതീഷിന്റെ പടം, അതുപോലെ തന്നെ എന്റെ കല്യാണം ഒരു മഹാസംഭവം, അതിൽ ഞാൻ ഒരു ദഹനക്കാരൻ
അല്ലെ കുക്കായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പടങ്ങൾ ഇറങ്ങാണ്ട് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം, വ്യത്യസ്തമുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റേ ഒരേ പാറ്റേണിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു ബോറടി തോന്നാം. അല്ല, ഒരേ പാറ്റേണിൽ ശരിക്കും പോവാ, ചിലപ്പോ അങ്ങനെ പോകേണ്ടി വന്നേക്കാം. അത് തലയിലെത്തുന്നത് പറയും, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ സ്വഭാവം കൊണ്ട് സംഭവിക്കുന്നത്. ശരിക്കും ഒരു ആക്ടർ ചെയ്യേണ്ടത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ തന്നെയാണ്. അപ്പൊ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴേ ഒരു ആക്ടർക്ക് അയാളുടെ ആക്ടിങ് പൊട്ടൻഷ്യല് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെ അതെ. ഇപ്പൊ പണ്ടത്തെ ഓണത്തിന്റെ ശൈലികളുണ്ട്, ശൈലികളുടെ കുറെ വാചകങ്ങൾ, ഇപ്പൊ പല അന്നത്തെ നാട്ടുമൊഴികൾ, ഇതൊക്കെ നന്നായിട്ട് ഓണം കേറാൻ മൂല ഒരു അത് അങ്ങേയറ്റം വികസിതമായ ഒരു പ്രദേശത്തിന് ഉപയോഗിക്കുന്ന മലയാള ശൈലിയാണ്. ഇപ്പൊ അങ്ങനെ ഓണം കേറാൻ മൂലകളും ഉണ്ടോ സംശയമാണ് അല്ലെ? എല്ലാ ദിക്കിലും ഓണം, എല്ലാ ദിക്കിലും അല്ല, ഓണം എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാ ദിക്കിലും വികാസമുണ്ട്. എല്ലാ ദിക്കിലും വികസനം വന്നു, എല്ലാ ദിക്കിലും ഇപ്പൊ റിസോർട്ടുകൾ വന്നു, എല്ലാ ദിക്കിലും അതുപോലെ തന്നെ ഹോം സ്റ്റേകൾ വന്നു. മലയാളികൾ മൊത്തം അതല്ലാത്ത അപൂർവം സ്ഥലങ്ങളും നമ്മൾ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ താരതമ്യേന ഓണം കേറാമൂല എന്ന ആ ശൈലിയുടെ പ്രസക്തി പോലും നഷ്ടപ്പെട്ടുന്ന ഒരു കാലത്തെ കൂടെയാണ് നമ്മൾക്ക്. അതും നല്ലതാണ്, പൊട്ടയ നല്ല അർത്ഥമല്ല, കാരണം വികസനം വരണല്ലോ. അതെ. അതുപോലെ തന്നെ വേറൊരു ശബ്ദം എന്ന് പറയുന്നത് എന്താണ്, കാണം വിറ്റും ഓണം ഓണം. അതിപ്പോ അങ്ങനെ കേക്കല്ല, ഒന്നുമില്ല വിൽക്കാൻ എവിടെയാ കാണാം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നാണം വിറ്റും ഓണം മനുഷ്യൻ നാണിലുണ്ടായി. അപ്പൊ അത് എന്താ ഒന്നും വിൽക്കല്ല. പണ്ടൊരാള് പോയിട്ട് ബാങ്കിൽ പോയിട്ട് ആത്മാഭിമാനം പണയം വെച്ചിട്ട് ഒന്നും പണയം വെക്കല്ല. ആത്മാഭിമാനം പണയം വെച്ചിട്ട് 1 ലക്ഷം രൂപ കടം തരാൻ പറ്റും. അപ്പൊ തിരിച്ചു ചോദിച്ചു, ഉത്തര തനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അപ്പൊ അതുപോലെ നമ്മളിപ്പോ ചോദിക്കുന്നത് കേട്ടപ്പോഴേ വിചാരിച്ചോ. അതുപോലെ കാണാൻ ഇപ്പൊ വിൽക്കാൻ കാണാനില്ലല്ലോ. എന്താ വിൽക്കാനുള്ള വീടുകളില്ല. മുറ്റത്ത് പൂക്കളൊരുക്കുക എന്ന് പറയുന്നത് മുറ്റം വീടിന് ഉണ്ടാവുള്ളൂ. ഫ്ലാറ്റ് വന്നപ്പോ എന്താ, ഫ്ലാറ്റിന് ചിലപ്പോൾ കോമൺ ആയിട്ട് കുറച്ച് മുറ്റം ഉണ്ടാവും. പക്ഷെ ഒരു ഫ്ലാറ്റിന്റെ മുമ്പിൽ ചിലപ്പോൾ വേണമെങ്കിൽ വരാന്തയിൽ പോയിടാനും സാധിക്കുമായിരിക്കും. അപ്പോ മാവേലി പാതാളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ അതിനിപ്പോ റോഡിലെ കുഴികളൊക്കെ ഒരു വിധം അടഞ്ഞു തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ മാവേലിക്ക് എളുപ്പത്തിൽ പൊന്തി വരാവുന്നത് ആ ശോഭ സിറ്റിയുടെ മുമ്പിലുള്ള റോഡാത്ര. കാരണം അവിടെ എത്ര നേരിട്ട് പാതാളത്തിലേക്ക് ഹോട്ടലായി, കാരണം അവിടെ കുഴിയാ, പെട്ടെന്ന് പൊന്തി വരാൻ പറ്റും. അപ്പൊ അങ്ങനെ മാവേലി വന്ന് നോക്കുമ്പോൾ അദ്ദേഹം വീട് സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ വീട് എങ്ങനെയാ സന്ദർശിക്കുക? വീടുകളില്ല. പിന്നെ പൂക്കളം എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല, മൊത്തം ലോകത്ത് അമേരിക്കയുടെ ഇപ്പൊ യുദ്ധം അല്ലേ, അമേരിക്ക ഇസ്രായേൽ ഇറാൻ യുദ്ധം കാരണം പൂക്കളം മാറിയിട്ട് പോർക്കളം ആയി മാറി. ഒരു വിളിയാ. അപ്പൊ പൂക്കളം ഇല്ലാണ്ട് പോർക്കളായി. അത് പിന്നെ ഓണത്തിന്റെ ഒരു വിഭവമാണ്. പിന്നൊരു വ്യത്യാസം, പഴയ ഓണത്തിന് നമ്മുടെ ദൂരദേശത്ത് പോയി പ്രവാസി മലയാളികളുണ്ട്, അവർക്ക് സ്വന്തം വീട്ടിലേക്ക് ഓണം ഉണ്ണാൻ വരും. തിരുവോണം ഉണ്ണാൻ വരിക, അങ്ങനെ തിരുവോണത്തിന് അമ്മയെ കാണുക, അല്ലെങ്കിൽ തിരുവോണത്തിന് ബന്ധുക്കളെ കാണുക. ഓണം ഇപ്പൊ എന്താ വെച്ചാൽ ഓണം വരുമ്പോ വീടൊക്കെ പൂട്ടി ആൾക്കാർ മറ്റു നാട്ടിലേക്ക് ടൂർ പോവുക. അങ്ങനെയാണ്. മാവേലി സോഷ്യലിസ്റ്റ് എന്ത് മാവേലിയിലും ശരി, സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു അദ്ദേഹത്തിന്റെ. മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ്. അങ്ങനെ മാവേലി നമ്മള് മാവേലി വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ വരികയാണ്. അപ്പൊ ആ മാവേലിയെ നമ്മൾ സ്വീകരിക്കുന്നതിന് പകരം മാവേലി എന്ന് പറഞ്ഞ പോട്ടെ, ഞങ്ങൾ ഇവരെ പാക്ക് ചെയ്ത് പോണ്ടിരിക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ എവിടേക്കാ വെച്ചാൽ ടൂർ പോവുകയാണ്. അപ്പോൾ മാവേലി വരുമ്പോൾ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ, ടൂർ പോകാന്ന്, എല്ലാവരും പോകാന്നല്ല, അങ്ങനെ ഒരു കൾച്ചർ വന്നു. പിന്നെ സദ്യ കംപ്ലീറ്റ് മാറി കഴിഞ്ഞു. സദ്യക്ക് പകരം ഇപ്പൊ എന്താണ്? ഓൺലൈനാണ്. അപ്പോൾ ഓൺലൈനിൽ ഭക്ഷണം വരുത്തുക, വീട്ടിലെ ഉപ്പേരി വറുക്കുക. ഓണത്തിന്റെ ഒരു ഓണത്തിന്റെ മാത്രമല്ല, പൊതുവിൽ എല്ലാത്തിൻ്റെയും കൂട്ടായ്മ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വേറെ തരത്തിലൊക്കെ റിവൈവ് ചെയ്ത് വരാനുള്ള ശ്രമങ്ങൾ നടക്കേണ്ടത് നല്ലത് തന്നെ. അപ്പോൾ അതേപോലെ തന്നെ ഓണത്തിന്റെ കൂട്ടായ്മ, അതായത് വാഴ വയ്ക്കുക, കൊല വെട്ടുക, ഇപ്പൊ പൂവെടുക്കാൻ പോണ കുട്ടികളാരെയും കണ്ടിട്ടുണ്ട്? അത് കണ്ടിട്ടുണ്ട്? കണ്ടില്ല? ഞാൻ കണ്ടിട്ടില്ല, ഇപ്പൊ കാണാറില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ കുമ്മാട്ടി കളിക്കാൻ പറ്റും. കുമ്മാട്ടി കളിക്കുമ്പോൾ ഓരോ വീട്ടിൽ കുണ്ടങ്കേറ്റിൽ കുറുപടി പോയാൽ കുമ്പിട്ടെടുക്കും കുമ്മാട്ടി, ഓലച്ചക്കര നാറ്റം കേട്ടാൽ ഓടിക്കേറും കുമ്മാട്ടിന്ന് പാട്ടൊക്കെ പാടി ചെല്ലുമ്പോൾ ചില വീട്ടിൽ നിന്ന് ഒരു പഴം കിട്ടും, അല്ലെങ്കിൽ 50 പൈസ. അതിപ്പോൾ ഒരു 50-55 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. എനിക്കിപ്പോൾ 64 വയസ്സായി. എൻ്റെ ഒരു 9 വയസ്സ് 10 വയസ്സിലെ കാര്യമാണ്. അപ്പോൾ ഒരു പഴം കിട്ടും. തരാത്ത വീടുണ്ടോ? ചിലപ്പോൾ ഒന്നും തരില്ല, ഓടിക്കും. അപ്പൊ ഞങ്ങൾ എന്താ ചോദിച്ചാൽ രാത്രി ഇറങ്ങിയിട്ട് ആ വീട്ടിലെ തൃക്കാരപ്പൻ ഉടച്ചിട്ട് വീട് കയറ്റും അങ്ങനെയുള്ള ചില വികടങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ പൂക്കളിടുക, തുമ്പപ്പൂ വിൽക്കുക, അതൊന്നും ഇപ്പൊ ഇല്ലണ്ടായി. പൂക്കൾ വാങ്ങാൻ കിട്ടും ഓൺലൈൻ. അപ്പൊ ഓൺലൈൻ. അപ്പൊ പിന്നെ ഓണം സദ്യ ഓൺലൈനിൽ ഓർഡർ കൊടുക്കുക. ഉണ്ണല വേറെ ഉണ്ണണം. അതെ, ഞാൻ ഉണ്ണണ്ടേ. അപ്പൊ ഊണ് കഴിക്കുക, അതുപോലെ ശോധനയ്ക്ക് ഇരിക്കുക, അത് ഓൺലൈൻ പറ്റില്ല. കല്യാണം പെണ്ണ് കാണല ഓൺലൈൻ ആവാം, പക്ഷെ കല്യാണം
അതും വരെ ഓൺലൈനിലാവാം. ഹണിമൂൺ ഓൺലൈനിൽ പറ്റില്ല, ഹണിമൂൺ ഓൺലൈനിലെല്ലാം കുളിക്കില്ലേ. അപ്പൊ അത് ഫിസിക്കലായിട്ട് തന്നെ വേണം. അപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റത് മരിക്കൽ ആള് മരിച്ചാൽ കുഴിച്ചിട്ടുള്ള ഓൺലൈനായിട്ട് പറ്റില്ല. ഇയാളെ കൊണ്ട് കുഴിച്ചിട്ടില്ല. ഈ 3 കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഏതാണ്ട് കാര്യങ്ങളൊക്കെ എന്തായി ഓൺലൈനായി മാറി വരുന്നൊരു കാലം. അതൊരു കുറ്റാണെന്ന് ചോദിച്ചാൽ കുറ്റമല്ല, പക്ഷെ അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ ഈ പൂരത്തിനൊക്കെ പോകുമ്പോൾ പൂരത്തിൻ്റെ ഒരു ചൂരുണ്ട്. മനുഷ്യരെ തമ്മിൽ ഫിസിക്കലായിട്ട് അടുപ്പിക്കുന്നതാണ് ഈ ആഘോഷം. ഓണത്തിന് ജാതിയില്ല മതമില്ല, എല്ലാ മലയാളികൾക്കും കോമണാണ്. ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണാഘോഷിക്കുമ്പോൾ അവിടെ എന്ത് ജാതി മതം, അവർ ഫിസിക്കലായിട്ട് കോണ്ടാക്ട് ഉണ്ടാവുമ്പോൾ ആ കോണ്ടാക്റ്റിലൂടെ ഒരു മാനസിക ഐക്യം വരും. അപ്പോൾ അതിൽ ജാതി മതം വർഗം വർണ്ണ ദൈവം ഒന്നും പ്രശ്നമാവാതെ ഒരു ഐക്യം വരുന്ന ഒരു ആഘോഷം. ഏത് ആഘോഷത്തിന്, ഓണായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, റംസാൻ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ, അതിനിങ്ങനൊരു ധർമ്മം നിർവഹിക്കാണ്ട്. പക്ഷെ പിന്നെ എന്ത് പറ്റണമെന്ന് വെച്ചാൽ ഇത് ഓൺലൈനായോടുകൂടി മനുഷ്യർ തമ്മിലുള്ള ഫിസിക്കൽ കോണ്ടാക്ട് പോയി. ഫിസിക്കൽ കോണ്ടാക്ട് പോയാൽ പിന്നെ എന്താ മനസ്സോണ്ടെങ്കിലും നന്ദേട്ടനെ സംബന്ധിച്ചോളം ഇപ്പൊ തൃശ്ശൂർ എന്ന് പറഞ്ഞെങ്കിൽ വലിയൊരു സാംസ്കാരിക നഗരത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ പുലിക്കളി, അതുപോലെ തന്നെ കുമ്മാട്ടിക്കളി, ആന, പൂരം മുതലായ വലിയ ആഘോഷങ്ങളുടെ ഒരു കേന്ദ്രമാണ്. അവിടുത്തെ ഓണത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. അല്ലെ, വളരെ വർഷങ്ങളായിട്ട് ഞാൻ തൃശ്ശൂർ പൂരം, നല്ല ഓർമ്മകൾ, ഇപ്പോഴത്തെ ഓർമ്മയല്ല, നല്ലോണം അത്യാവശ്യം. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ കമന്ററി ഞാനൊരു 34 വർഷമായിട്ട് പറയുന്നത്, പുലിക്കളിയുടെ കമന്ററി. അപ്പൊ ഇതിനൊക്കെ ആളുകൾ, അത് ഞാൻ ആ കമന്ററിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുലിക്കളിയും പൂരവും കാണാൻ വേണ്ടി നാനാ ഭാഗത്തു നിന്നും, അത് തൃശ്ശൂർ ജില്ലയുടെ മാത്രമല്ല, കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും. തൃശ്ശൂർ പൂരമൊക്കെ ആണെങ്കിൽ രാജ്യത്തിന്റെ, പുലിക്കളി ഇപ്പൊ അന്താരാഷ്ട്ര വാല്യൂ ഉള്ള ഫെസ്റ്റിവലായി മാറിയിട്ടുണ്ട്. നാനാ ഭാഗത്തു നിന്ന് ആളുകൾ വരികയും സ്ത്രീകളും കുട്ടികളും ആബാലവൃദ്ധം പറയും, ഈ ആബാലവൃദ്ധന്മാർ മുഴുവൻ വന്നിട്ട് വളരെ ഐക്യത്തോടു കൂടി യാതൊരു പ്രശ്നമില്ലാണ്ട് ഇത് ആസ്വദിച്ചിട്ട് സമാധാനപരമായിട്ട് പിരിഞ്ഞു പോകുന്ന അത്യത്ഭുതകരമായ ഒരു കാഴ്ച തൃശ്ശൂർ നിലനിൽക്കുന്നുണ്ട്. തൃശ്ശൂർ വിശേഷിച്ച് നിലനിൽക്കേണ്ട മറ്റു പല ഭാഗങ്ങളിലും ഉണ്ടാവാം, പക്ഷെ ഇത് ഞാൻ തൊട്ടറിഞ്ഞ ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു, ഇപ്പൊ ഓണത്തിന് ഇപ്പൊ നമ്മൾ ഈ ഇതൊക്കെ പറഞ്ഞാലും ഓണത്തിന്റെ അവസാനമാണ് പുലിക്കളി. അപ്പൊ തിരുവോണത്തിന് ആളുകൾ വീട്ടിൽ വന്നില്ലെങ്കിലും പുലിക്കളിക്ക് വരുന്നുണ്ട്. അപ്പൊ ആ പുലിക്കളി ഉണ്ടാക്കുന്ന ഒരു മാനവ സാഹോദര്യം, അത് വലിയ സംഭവമാണ്. അതാണ് ഇന്ന് വേണ്ടതെന്ന് മനുഷ്യർക്ക് ഇല്ലാത്തത്. കാശുണ്ട്, ടെക്നോളജി ഉണ്ട്, ലോകത്ത് എവിടെ വേണമെങ്കിൽ പറഞ്ഞെത്താം, എന്ത് വേണമെങ്കിൽ. മനുഷ്യർക്ക് ഇല്ലാത്തത് ആർദ്രതയും സ്നേഹവും ഈ എന്താ പറയുക, കൂട്ടായ്മയ്ക്കുള്ളൊരു വാഞ്ചയാണ്. അത് കുറഞ്ഞു വരിക. അത് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം വില മതിക്കാനാവാത്തതാണ് ഈ ഓണം മുതലായ ആഘോഷങ്ങളുടെ മൂല്യം. അതെ, ഒരുപാട് കാര്യങ്ങൾ ഓണത്തെക്കുറിച്ചും തൃശ്ശൂരിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും ഒക്കെ പറയാണ്ടായി. ഇനി താങ്കളുടെ വികടവാക്യങ്ങളാണ് പ്രേക്ഷകർ കേൾക്കുന്നത്. കാരണം എന്താ പറയുക, വികട സാഹിത്യകാരനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ഒരു ഒരുപാട് വികടനായിരിക്കും. അപ്പൊ അത് കുറച്ച് പ്രേക്ഷകർക്ക് വേണ്ടി, കാരണം എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതായത് ഓണത്തിന് നമ്മൾ പഴം നുറുക്കാണല്ലോ പ്രധാനം. പഴം നുറുക്കി പൊഴിഞ്ഞ അതിനെ ശരിക്കും ചെണ്ടമുറി എന്ന് അത്ര പറയും. അത് കുഞ്ചൻപേരുടെ സദ്യ പറഞ്ഞൊരു ഭാഗമുണ്ട്. ചെണ്ടമുറിക്ക് സമാനാമതാക്കി കണ്ടിച്ചീടിന്റെ നേന്ത്രപ്പഴമത് കണ്ടം എനിക്ക് വിളമ്പുകിൽ ഉണ്ടൊരു കൗതുകം എന്നൊരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ ഈ മറ്റേ നമ്മുടെ ഇവിടെ ബ്രഹ്മസുംബടത്തില് നടുവിലേപ്പാട്ട് പെട്ടിട്ട് ഊണ് കഴിക്കുക. അപ്പൊ നമ്പൂരിമാർ അങ്ങേക്ക് അറിയണ്ട, നമ്പൂരിമാരുടെ ഊണ് കഴിക്കുമ്പോൾ അവർക്ക് മാമ്പഴം പിഴിഞ്ഞു കൂട്ടി ഏർപ്പാട്. അപ്പൊ വെറും പച്ച മാമ്പഴം, പഴുത്ത മാമ്പഴം അവിടെ കൊണ്ടുപോയിട്ട് ചോറിൽ മോരൊഴിക്കും. ചിലർ എന്നിട്ട് അതിലേക്ക് ചോറിലേക്ക് മാമ്പഴം ഇട്ട് പിഴിഞ്ഞിട്ട് അത് കൂട്ടിയുണ്ട്. വേറെ ഉപ്പ് ഒന്നും ഉപയോഗിക്കില്ല. നല്ല ഊണുകാരാണെങ്കിൽ ഒരു 50 മാമ്പഴം പിഴിഞ്ഞൂട്ടി ഒരാൾ കഴിക്കും. അത് 50ഒക്കെ ചെറുതാണ്. അപ്പൊ നമ്പൂരിമാര് പരിപാടിയായിട്ട് നിലത്താണല്ലോ പണ്ട്, ദേശമല്ല, ഊട്ടാണോ പറയാ, ഊട്ടാണ്. അപ്പൊ ഒരു പന്തിയില് പങ്ക്തി എന്ന ശബ്ദമാണ് പന്തി എന്നായിരുന്നു. പങ്ക്തി എന്ന് വെച്ചാൽ നിര, പന്തിയായിട്ട് ഇങ്ങനെ നിരനിരയായിട്ട് ഇരിക്കുക. അപ്പൊ നടുവിലെപ്പാട്ട് വിട്ടൊരു ഉണ്ണിയാ അങ്ങനത്തെ ഊണായിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛനും ഇരിക്കുന്നുണ്ട്. ഊണ് കഴിഞ്ഞൊരു ഘട്ടമായപ്പോ മാമ്പഴം പിഴിഞ്ഞൊരു മാമ്പഴം എന്നിട്ട് അപ്പൊ ഇതിന്റെ അണ്ടി തൊലിയുടെ ഉള്ളിൽ നിന്ന് തെറിക്കാൻ നിൽക്കുക. നമ്പൂരി ഇങ്ങനെ പിടിച്ചിട്ട് ഈ കുട്ടി ഉണ്ണി ഈ അണ്ടി പ്ലീന്നാ തെറ്റിച്ചപ്പോൾ ഈ കൊട്ടത്തോക്കൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവണമാതിരി ഈ തൊലിയുടെ ഉള്ളിൽ നിന്ന് ഈ മാങ്ങ അണ്ടി പുറത്തേക്ക് പോയിട്ട് വരിവരായിട്ട് ഉണ്ടായിരുന്ന നമ്പൂരിമാരുടെ ഇലയിലൊക്കെ അങ്ങനെ കുത്തി പോയിട്ട് 15 ഇല ശുദ്ധായി. അപ്പൊ നമ്പൂരിമാരൊക്കെ കൈയോടെ ജനിച്ചു, എന്തായി കാണിക്കണേ, നിശ്ചയമായിട്ട് എല്ലാം ശുദ്ധായി. അപ്പൊ ഈ നമ്പൂരി ഈ ഉണ്ണിയമ്പൂരി ഇരുന്ന് കരയാൻ തുടങ്ങി. നടുവിലെപ്പാട്ട്, അയ്യോ എന്തിനാ കരയണേ, ഒരാൾ ചോദിച്ചു. കരയണ്ട, ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും, ഇനി ഇങ്ങനെ വരാണ്ട് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ വരാണ്ട് ഞാൻ നോക്കിക്കോളാം.
പക്ഷെ ഞാൻ കരഞ്ഞത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിനല്ല. പിന്നെ എന്തിനാ കരഞ്ഞേ? എൻ്റെ അച്ഛനായിരുന്നു ഈ അണ്ടി തെറ്റിച്ച് വെച്ചാൽ അത് 50 ഇല അശുദ്ധാക്കിയാണ്. ഞാൻ തെറ്റിച്ചിട്ട് 15 ഇല അശുദ്ധകൾ ഇനി ഇങ്ങനെ വരണ്ടേ എന്ന് നോക്കിക്കോളാം. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞു തരാം, മനസ്സിന് സമാധാനമായി, എന്റെ കാലശേഷം ഇത് കൊണ്ടെടുക്കാൻ ഒരാളുണ്ടല്ലോ, ഒരു വികടണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ സദ്യ ഓണത്തിന് ഊണിഞ്ഞാണ്, ഓണം ഉണ്ണാന്നാണ്. ഓണത്തിന് ഓണത്തിന് ഓണം തിന്നൊരു പ്രയോഗം അങ്ങനെ ഇല്ല, ഉണ്ണഞ്ഞാണ്, ഓണം ഉണ്ണാണ്. അപ്പൊ എന്താ വെച്ചാല് ആശനം എന്നൊരു കൂട്ടുണ്ട്. നമ്മുടെ നാട്ടില് ഭക്ഷണം ആണ് ഏറ്റവും ശ്രേഷ്ഠമായ സാധനം. ഭക്ഷണം കഴിക്കണ്ടേ, ജീവിക്കാൻ പറ്റുക. അപ്പൊ ആശനം എന്നൊരു കൂത്ത് തന്നെയുണ്ട്. ഒരു പുരുഷാർത്ഥം, അതായത് അശനം, വിനോദം, വഞ്ചന, അതുപോലെ തന്നെ രാജ്യസേവ, ഇങ്ങനെ 4 ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ ഒന്ന് ഏറ്റവും വലിയ അശനാണ്. അപ്പൊ അശനം എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ ഒരു ആക്ടർ വന്നിട്ട് വിഭവങ്ങൾ, പഴയ കാലത്ത് സദ്യവട്ടങ്ങളെ പറ്റി പറയാം, പഴയ കാലത്താണ്. അതിൽ ശർക്കരപ്പേരി ഓണത്തിന് വറക്കണതിനെ പറ്റി ശ്ലോകമുണ്ട്. ശർക്കരപ്പേരി എങ്ങനെ വറക്കണം? ഈ പാച്ചൊക്കെ കുറിപ്പാണ്, അത് അസല് ശ്ലോകത്തിലാണ്. നേന്ത്രക്കായി 4 കീറി പുനരത് ചതുരാകാരഖണ്ഡം നുറുക്കി ചന്തത്തിൽ ചാരുമോരിൽ കറയുമഥ കളഞ്ഞുഷ്ണതോയെ പചിച്ച് ഭൂയോ നെയ്യിൽ വറുത്തിട്ടഴകൊടു കുളവും ജീരകം ചുക്കുമെല്ലാം കൂട്ടിച്ചേർത്തങ്ങു വെച്ചാൽ അമൃതിനു സമമാം ശർക്കരപ്പേരി കൊണ്ടുവാ. അതിന്റെ സാഹിത്യം അത് തോലിന്റെ ശ്ലോക, ഇത് മുഴുവൻ തോല എഴുതിയതാന്നാ പറയണത്. പിന്നെ ഓലൻ, ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന ഓലൻ, ഇപ്പൊ ഓലൻ കുറവും ഇഷ്ടു കൂടുതലുവാ. അതെ, ഇഷ്ടു ഗ്യാസ് ഉണ്ട്, കാരണം അങ്ങനെ ഓലൻ കുമ്പളങ്ങിയും തേങ്ങാപ്പാലാണ് ഇപ്പൊ കാണുന്നത്. ശരിക്കും പഴയ ഓലൻ എങ്ങനെ വെക്കണമെന്ന് ഇതുപോലെ കുറിപ്പുണ്ട്. മത്തങ്ങ നല്ലൊരിളവൻ ബൃഹദീ സമേതം പുത്തൻ മണിപ്പയറുമങ്ങതിനോടു ചേർത്ത് ആലോല നീല മിഴിമാർമണി വെച്ചു തന്നാലോലോലനൊന്നു മതി എന്തിനു 100 കൂട്ടം. അപ്പൊ ഇതില് മത്തങ്ങ ഇളവൻ ബൃഹദി എന്ന് പറഞ്ഞ വഴുതനങ്ങ, ഇത് 3 കൂട്ടിയിട്ടാണ് ഇത്ര ഓലം വെക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ അന്നപതി പപ്പടത്തെ പറ്റി ഉണ്ടല്ലോ, ഏണാങ്കബിംബം പോലെ ചേണാർന്നീടിന പപ്പടം ഓണിന്നു കാലമാവുമ്പോൾ വേണം കാച്ചി വിളമ്പുവാൻ. വീക്കേന്റെ ഒരു പ്രയോഗം ഉണ്ട് ഇതുപോലെ. എന്താണ്? പപ്പടം കാച്ചിയ പോലെ ചന്ദ്രനും വറുത്തപ്പേരി വാരി വിതര പോലെ നക്ഷത്രങ്ങളും ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു അത്ര. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഈ സദ്യ സംബന്ധിക്കുന്ന ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. സദ്യ ഓണത്തിന് ഊണ് തന്നെയാണ്. പിന്നെ ഇപ്പൊ ഊണിന് പകരം എന്തായി? ഫാസ്റ്റ് ഫുഡായി. ഫാസ്റ്റ് ഫുഡില് ആവുമ്പോ എന്താ വെച്ചാല് ഫാസ്റ്റ് ഫുഡിന്റെ വിപരീതം അത്ര സ്ലോ മോഷൻ. ശോധന കമ്മിയാ, ഫാസ്റ്റ് ഫുഡ് സ്ലോ മോഷൻ. കാരണം അതിലെ ഭയങ്കര കൂട്ടാക്കിനിയാ. അതുകൊണ്ട് ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ കലോറി ഇൻടേക്ക്, കലോറി കൂടുകയും മനുഷ്യൻ ശാരീരികമായിട്ട് അധ്വാനപ്പില്ലല്ലോ, ഇല്ല. ഇപ്പൊ നമ്മുടെ കാലത്ത്, പഴയ കാലത്ത് കൈകൊട്ടി കളിപ്പാട്ടൊക്കെ ആണെങ്കിൽ അത് കളിക്കണമെങ്കിൽ നല്ല ബോഡിന് ആയാസം, ബുദ്ധിമുട്ടുണ്ട്. ആ ബോഡിയുടെ മൊമെന്റ് അനായാസമായിട്ട് വരണം. അപ്പൊ അത് ഇങ്ങനെ വരുമ്പോ ശരിക്കും ഇപ്പൊ വീരവിരട കുമാര വിഭോ ചാരുതര ഗുണസാഗര ഭോ മാരലാവണ്യത്വം എങ്ങനെയുണ്ട് കളി? ജയ ജയ ഭൂരി കാരുണ്യ വന്നിടുക ചാരത്തിക പാരിൽ തവ നേരത്തവരാരുത്തര സാരസ്യ സാരമറിവതീനും നല്ല മാരസ്യ ലീലകൾ ചെയ്വതീനും. ഇങ്ങനെ സ്ത്രീകൾക്ക് കുമ്മിയടിക്കുക. അതെ, കുമ്മിയാണ്. അതെ. അപ്പൊ കുമ്മി പോലെയുള്ള അതൊക്കെ ഇപ്പൊ കഥകളിയിൽ, കേരളത്തിന്റെ എന്ത് കലയിലും അതിന് കായിക അധ്വാനമുണ്ട്. അതിപ്പോൾ ഏത് കലയായിക്കോട്ടെ, തെയ്യായിക്കോട്ടെ, ചെറിയായിക്കോട്ടെ, ആര് കൈകാര്യം ചെയ്യുന്ന കലയായിക്കോട്ടെ, അതിപ്പോൾ ബോഡിയുടെ ഒരു എക്സർസൈസ്, ഫിസിക്കൽ കളരിപ്പയറ്റിലുണ്ടല്ലോ. കഥകളിയിലെ പല അഭ്യാസമുറകളും കളരിപ്പയറ്റ്, മാർഷൽ ആർട്ടായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മനുഷ്യന്റെ ശരീരം, കാരണം നല്ല ഫുഡ് അടിക്കുമ്പോൾ ശരീരത്തിൽ അധ്വാനിക്കാൻ കലറി അവിടെ കൂടിയിട്ട് ജീവിതശൈലി രോഗം. അതെ, അപ്പൊ അതുകൊണ്ട് അതില്ല, ആ സൊസൈറ്റി മാറിപ്പോയി. അപ്പൊ ആ സൊസൈറ്റി അതിന് ഒരുപാട് കാരണങ്ങൾ നമുക്ക് അനലൈസ് ചെയ്ത് എന്ത് കാരണം കൊണ്ടായിട്ട് അത് മാറിപ്പോയതോടുകൂടി ഇത്തരം ആഘോഷങ്ങൾ അങ്ങനെ ഒക്കെ വെറും ഓർക്കാനുള്ള കാര്യം മാത്രമായിട്ട് മാറുന്ന പക്ഷേ കുറേശ്ശെ റിവൈവ് ചെയ്ത് വരുന്ന നല്ല കാര്യമാണ്. അതെ, എന്നിട്ട് ഈ പുലിക്കളി തൃശ്ശൂരിന്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഇതിന് വല്ല ഐതിഹ്യങ്ങളോ അങ്ങനെ? പുലിക്കളിക്ക് ശരിക്കും വാസ്തവത്തിൽ ഈ ഓണത്തോടനുബന്ധിച്ചൊരു പുലിക്കളി, ഓണത്തോടനുബന്ധിച്ചല്ല പുലിക്കളി അല്ല, മുമ്പ് അങ്ങനെയല്ല. അത് ശരിക്ക്
പുത്തഴുത്ത് രാമേന്ദ്രന്റെ അല്ല രാമേന്ദ്രൻ അല്ല, പുത്തഴുത്ത് രാമമേനോൻ അദ്ദേഹത്തിന്റെ തൃശ്ശൂർ ഒരു പുസ്തകം ഉണ്ട്. അത് വായിച്ചാൽ മനസ്സിലാവും. അത് പുലിക്കളിക്ക് ശരിക്കും ഓണായിട്ട് പഴയ കണക്കിന് ഒരു ബന്ധമില്ല. അതിനൊരു ഇസ്ലാമിക ഒറിജിനാണ്. മൊഹറം 10 എന്ന് പറഞ്ഞിട്ട് ഒരു ആഘോഷത്തില് ഈ പട്ടാണികള് ഈ മറ്റേ ഇസ്ലാം മതം പ്രചരിപ്പിക്കുമ്പോൾ നബി തിരുമേനിയുടെ സഹോദരൻ മറ്റേ ബന്ധുവായിരുന്ന അലിയുടെ രണ്ടുപേരും മക്കള് മരിച്ചു പോയിരുന്നു. അവരുടെ ഇത് കൊണ്ടാടുന്നതിന് വേണ്ടി, സ്മരണയ്ക്ക് പുതുക്കുന്നതിന് വേണ്ടി പട്ടാണികൾക്ക് പഞ്ചയെടുക്കൽ എന്നൊരു ഉത്സവം ഉണ്ടായിരുന്നു. ഈ പഞ്ചയെടുക്കലിന്റെ ഒരു ഭാഗമാണ് പുലിക്കളി. അപ്പൊ പട്ടാണികൾ കച്ചവടത്തിന് വന്നപ്പോൾ തൃശ്ശൂർ പേരൂര് ഈ പുലിക്കളിയും വന്നു. അപ്പൊ ഒലയ്ക്കമ്മ 2 ഷോൾഡർ ഒലക്ക പിടിച്ചിട്ട് അമ്മ കരുതുന്നുണ്ട് പുലി കൊട്ടും പനന്തേങ്ങിയും പുലി കൊട്ടും പനന്തേങ്ങിയും അങ്ങനെയൊക്കെ അതാണ് വായ്ത്താരി. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഇതിനെ ചൊല്ലി കശപിശ ഉണ്ടായിപ്പോ അന്ന് തൃശ്ശൂര് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന പോസ്റ്റ് ഓഫീസിൽ ഒരു ഡയമണ്ട് ലോഡ്ജ് ഉണ്ടായിരുന്നു. പഴയ കാലത്തെ കഥ ഞാൻ പറഞ്ഞു. അതിന്റെ മുമ്പിൽ അത്ര കളി നടത്തിയിരുന്നു. അപ്പൊ ഇത് ഈ പാപ്പാളി എന്ന് പറയുന്ന തൃശ്ശൂർ സബ് ഇൻസ്പെക്ടർ കുഴപ്പമുണ്ടായിട്ട് ഇത് നിരോധിച്ചു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ ആളുകൾ ഇത് ഏറ്റെടുത്തിട്ട് പടിഞ്ഞാറ് നടക്കാവ് അവിടെ നിന്ന് സംഘം പുറപ്പെടുക. എന്നിട്ട് ഇങ്ങനെ മത്സരാധിഷ്ഠിതമായിട്ട് ഇപ്പോഴത്തെ ഫോമിലേക്ക് പതുക്കെ ഇവോൾവ് ചെയ്ത ഓണത്തിന് ഇത് ഏറ്റെടുത്തതാണ്. ഇതിന്റെ ഒറിജിൻ ഓണമായി ബന്ധപ്പെട്ടതല്ല എന്നാണ് ഇങ്ങനെ പുത്തഴുത്ത് രാമനെ പോലെയുള്ള പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും അഭിപ്രായപ്പെടുന്നത്. അതെ, എന്തായാലും നമുക്ക് ഈ ഒരു കാരണം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക്. ഓണത്തെ കുറിച്ചും താങ്കളുടെ സാഹിത്യ ജീവിതവും സിനിമാ ജീവിതവും ഇനി വരാൻ പോകുന്ന വലിയൊരു കാലഘട്ടം, അതൊക്കെ വലിയൊരു ഓണം എന്ന് പറഞ്ഞ പ്രതീക്ഷ. നമ്മുടെ തിരുവാങ്കൂറിലേക്ക് വഞ്ചിപ്പാട്ടുണ്ട്. അപ്പൊ അങ്ങനെ അനവധി ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിക്കില്ല. അവസാനിക്കായിയാണ് അതിന്റെ പുതുമ. എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. നമുക്ക് മറ്റൊരു അവസരത്തിലാവാം. കാരണം ഇനി ഈ ഓണം എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ്. എന്താണ് നമുക്ക് പ്രേക്ഷകരോട്? ഓണം ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. ഓണത്തിന്റെ ഐതിഹ്യം ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ മഹാബലിക്ക് മുമ്പല്ലേ പരശുരാമൻ, അല്ലെങ്കിൽ പരശുരാമന് ശേഷമല്ലേ മഹാബലി എന്നൊക്കെ ചോദിച്ച് സമയങ്ങളുണ്ട്, യാതൊരു കാര്യമില്ല. പക്ഷെ ഓണം എന്ന് പറഞ്ഞ മനോഹര സങ്കല്പം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിക്കുന്ന കാലമാണ്. ഇങ്ങനെ മനുഷ്യരെല്ലാവരും ഓരോ കാര്യങ്ങളെ ചൊല്ലി വളരെ പ്രബുദ്ധരും പ്രഗത്ഭരും എന്നവകാശപ്പെടുന്ന ജനത, അമേരിക്കയോ ഇസ്രായേലോ അല്ലെങ്കിൽ ഇറാനോ ആരെങ്കിലും ആവട്ടെ, ഇവരൊക്കെ തല്ലൂടി തമ്മി തലപൊളിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരും പറഞ്ഞ് തല്ലൂടി തലപൊളിക്കാതെ കണ്ട് മനുഷ്യർ ഒന്നായിട്ട് ഈ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നതിന് ഉതകുന്നതാണ് വാസ്തവത്തിൽ ഓണം എന്ന സങ്കല്പം. ആ പൊന്നോണം എന്ന് പറയുമ്പോൾ ജ്വല്ലറിക്കാരുടെ ഓണമല്ല. ഇപ്പൊ കേരളം മുഴുവൻ ജ്വല്ലറിയിലല്ല ഓണം, പൊന്നെന്ന് പറഞ്ഞൊരു സങ്കല്പമാണല്ലോ. അതെ, അപ്പൊ മനസ്സിലാണ് പൊന്ന്. എന്റെ പൊന്നെന്ന് ഭാര്യ വിളിക്കുമ്പോ അവളാണ് ഞാൻ സ്വർണ്ണ പണ്ടല്ല നമ്മൾ നോക്കണം, അങ്ങനെ നോക്കണവരുണ്ടാവാം. പക്ഷെ അതല്ല പൊന്നെ എന്ന് പറയുമ്പോ സോ ഡിയർ ടു ദ ഹെർത്ത്. അപ്പൊ അങ്ങനെ ഈ മാനവ ഐക്യം എന്ന് പറഞ്ഞ പോലെ അതിനെ ഒന്നുകൂടിയും വികസിപ്പിച്ചിട്ട് സർവഭൂത ഹിതരതി. അതെ, എല്ലാ ഭൂതങ്ങളുടെയും ഹിതം. ഭൂതം എന്ന് പറഞ്ഞ എലമെന്റ്. അതെ, ഇപ്പൊ ചിലർ മരിച്ചവരെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്, അതെന്താ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എല്ലാ എലമെന്റുകളുടെയും മൂലകങ്ങളുടെയും പ്രകൃതിയുടെ ഹിതം അനുസരിച്ച് പ്രകൃതിയുമായി യോഗത്തിൽ ചേർന്ന് മനുഷ്യൻ ജീവിക്കുക എന്ന സന്ദേശമാണ് കാലഘട്ടത്തിനനുസരിച്ച് ഓണത്തിൽ നിന്ന് നമ്മൾ മെനഞ്ഞെടുക്കേണ്ടത്. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് ആവട്ടെ ഈ 5 ദിവസത്തെ ഓണം. താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ, കാരണം സാഹിത്യം, സിനിമ, ജീവിതം, പിന്നെ ഒത്തിരി ഐതിഹ്യങ്ങളും പ്രേക്ഷകർക്ക് എനിക്കൊന്നും അറിയാത്ത മറ്റു കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ ഇപ്പൊ പുലിക്കളിയെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഒരുപാട് താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുമ്മാട്ടിക്ക് പുല്ല് വെച്ച് കിട്ടിയിട്ട പുല്ല് ആഹാര്യമാവുന്ന ഒരു കലയാണ് കുമ്മാട്ടി. കുമ്മാട്ടി പുല്ല് അല്ലെങ്കിൽ പർപ്പട പുല്ല് എന്ന് പറഞ്ഞ കുമ്പലെടുത്ത് കുണ്ടങ്കേറ്റില് കുറുടി പോയാൽ കുമ്പിട്ടെടുക്കും കുമ്മാട്ടിന്ന് പാട്ടൊക്കെ പാടി ഞങ്ങൾ വേഷം കിട്ടിയിട്ടുണ്ട് പർപ്പട പുല്ല് മേച്ച് വെച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ മനുഷ്യന്റെ എല്ലാ വിഭാഗീയതയും മാച്ചു കളയുന്ന ഒരു ഏകലോക മാനവ ഐക്യത്തിന്റെ മന്ത്രമാണ് ശരിക്കും ഓണം. തീർച്ചയായും ശ്രീ നന്ദകിഷോറിന്റെ ആ ഒരു വാക്കുകൾ നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഇത്രയും നേരം നമ്മുടെ ഈ ഒരു ചാനലിൽ അഭിമുഖം തരികയും അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുവാനും അദ്ദേഹവുമായിട്ട് സംവദിക്കുവാനും നമുക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാലും ഈ ഒരു വർഷത്തെ ഓണം നന്ദേട്ടനും കുടുംബത്തിനും വളരെ സൗഭാഗ്യവും സന്തോഷകരവുമാവട്ടെ. ഇനിയുള്ള കാലങ്ങളും ഇനിയുള്ള ഓണങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ഇതൊക്കെ തന്നെ അങ്ങേക്ക് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ.